Superstition is an evil that destroys the society and the people. Here we are discussing such a topic of superstition by Francis Bacon. Francis Bacon is popularly known as the father of English essays. ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷ് എസ്സേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സൂപ്പർസ്റ്റിഷൻ എന്ന എസ്സേ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. And in this essay, he discusses the intellectual blindness of people and the effects of superstition in society. ജനങ്ങളുടെ അന്ധവിശ്വാസം, ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ് ആണ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്. ഭൗതികമായിട്ടുള്ള ജനങ്ങൾ പക്ഷെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. ആ ഒരു അന്ധവിശ്വാസത്തിന് സമൂഹത്തിലുള്ള ആ ഒരു സ്വാധീനം, ഇതൊക്കെയാണ് അദ്ദേഹം ഈ എസ്സേയിൽ വിവരിക്കുന്നത്. And he is a Christian and does not want to promote atheism. Yet he is fed up with the influence of superstition and so prefers atheism and against superstition. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യനായ അദ്ദേഹം എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലായ്മ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ അന്ധവിശ്വാസത്തെക്കാൾ നല്ലത് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ്. കാരണം ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണത്. കാരണം ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നില്ല. മറിച്ച് അന്ധവിശ്വാസം അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്ന സമയത്ത് ദൈവത്തെ നിന്ദിക്കുന്ന രീതിയിലാണ് അന്ധവിശ്വാസങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള വഴിയിൽ നിന്നും വ്യതിചലിക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണ് അന്ധവിശ്വാസം. സോ അന്ധവിശ്വാസത്തെക്കാൾ നല്ലത് വിശ്വാസമില്ലായ്മ, ദൈവവിശ്വാസമില്ലായ്മയാണ് നല്ലത് എന്നാണ് ബേക്കൺ പറയുന്നത്. ആൻഡ് സൂപ്പർസ്റ്റിഷൻ വേഴ്സസ് അത്തീസം, അദ്ദേഹം എന്തുകൊണ്ടാണ് ദൈവവിശ്വാസമില്ലായ്മയാണ് അന്ധവിശ്വാസത്തെക്കാൾ നല്ലത് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളതിനുള്ള കുറച്ച് കാരണങ്ങളാണ് പറയുന്നത്. According to Bacon, superstition is worse than atheism because an atheist doesn't believe in the existence of God, but superstitious people dishonors God and God's deeds. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാള് ദൈവമില്ല എന്ന ആ ഒരു വിശ്വാസത്തിലാണുള്ളത്. അദ്ദേഹത്തിന് ദൈവമില്ല എന്നും അതേപോലെ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ല, ആ ഒരു യൂണിവേഴ്സൽ എക്സിസ്റ്റൻസ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതേസമയം അന്ധവിശ്വാസിയായ ഒരു വ്യക്തി ദൈവത്തെ വളച്ചൊടിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തെയും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ വളച്ചൊടിക്കുകയാണ്, അല്ലെങ്കിൽ മതത്തെയൊക്കെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്, ദൈവവിശ്വാസത്തെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. He quotes that people cited that there was a Plutarch who would eat his children as soon as they were born. ജനങ്ങള് ഇങ്ങനെ പറയാറുണ്ട്, അതായത് പ്ലൂട്ടാർക്ക് എന്ന ഒരാൾ ഉണ്ടായിരുന്നു. ആ പ്ലൂട്ടാർക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടായ ഉടനെ തന്നെ കുട്ടികളെ തിന്നുകളയുന്ന ഒരു പ്ലൂട്ടാർക്ക്. അതാണ് അവർ പ്ലൂട്ടാർക്കിനെ കുറിച്ച് അറിയുന്നത്. അതായത് പ്ലൂട്ടാർക്ക് എന്ന ഹിസ്റ്റോറിയനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്ലൂട്ടാർക്ക് എന്ന ആളെ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്നത് അവിടെ പ്ലൂട്ടാർക്ക് ഉണ്ടായിരുന്നു. പ്ലൂട്ടാർക്ക് കുട്ടികൾ ഉണ്ടായ ഉടനെ കുട്ടികളെ തിന്നുന്ന ഒരു മനുഷ്യൻ, അതാണ് പ്ലൂട്ടാർക്ക്. And Bacon says that it is good to hear that there was no Plutarch than such words. അത് ബേക്കൺ പറയുന്നത് പ്ലൂട്ടാർക്ക് ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു പ്ലൂട്ടാർക്ക് ഇല്ലായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നതാണ്. കാരണം അതാണ് അന്ധവിശ്വാസം. അതായത് ദൈവമുണ്ട് എന്നതിന് പകരം ദൈവമില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. അല്ലാതെ ഇവിടെ പ്ലൂട്ടാർക്ക് എന്ന് പറയുന്നത് ഫേമസ് ഹിസ്റ്റോറിയൻ ആണ്, ചരിത്രകാരനായ പ്ലൂട്ടാർക്ക്. അദ്ദേഹത്തെ കുറിച്ച് പ്ലൂട്ടാർക്കിനെ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജനങ്ങൾ പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പ്ലൂട്ടാർക്ക് ഇങ്ങനെയായിരുന്നു, ജനിച്ച ഉടനെ കുട്ടികളെ തിന്നുന്ന ഒരു പ്ലൂട്ടാർക്കാണ്. അതേസമയം അതേപോലെയാണ് ദൈവത്തിന്റെ അവസ്ഥയും. ദൈവത്തെ അറിയുമോ എന്നുള്ളതിന് ആ ഒരു അന്ധവിശ്വാസത്തിലാണ് അവർ ദൈവത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് നല്ലതെന്ന് പറയുന്നത്. ആൻഡ് ബേക്കൺ സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹിയർ ദീസ് വേർഡ്സ്. ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേൾക്കാൻ രസമാണ്. ബട്ട് ദർ വാസ് നോ പ്ലൂട്ടാർക്ക് ദാൻ സച്ച് വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് റിഡൻഡന്റ്. പ്ലൂട്ടാർക്ക് ate his children creates negative image about the person, but there was no such a person named Plutarch creates no bad impact. ഇത്തരത്തിൽ ഒരു കഥ കേൾക്കുന്ന സമയത്ത് പ്ലൂട്ടാർക്കിനെ കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ് വരുന്നത്. അതേസമയം പ്ലൂട്ടാർക്കിനെ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. അതേസമയം പ്ലൂട്ടാർക്ക് ഇന്ന ആളാണ്, അയാളെ കുറിച്ച് ഒരു കഥ നമുക്ക് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോശമായ മനുഷ്യരാണോ അയാൾ എന്ന ഒരു ബാഡ് ഇമ്പാക്റ്റ് അദ്ദേഹത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ സൂപ്പർസ്റ്റിഷൻ ഈസ് ദ മോസ്റ്റ് കണ്ടംപ്ച്വസ് ആക്ട് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് ബേക്കൺ പറയുന്നു സൂപ്പർസ്റ്റിഷൻ ആണ്, അന്ധവിശ്വാസമാണ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രവൃത്തി. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പ്രവൃത്തി സൂപ്പർസ്റ്റിഷൻ ആണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ് എന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. Bacon says that superstition is the most contemptuous act in this world. Why? അല്ലെങ്കിൽ explain. ഇത് ചോദിക്കാം. Then he argues that atheism leads a man to sense, to philosophy, to natural piety, to law, to reputation, moral virtue, and everything. But superstition dismounts all these. അദ്ദേഹം വീണ്ടും പറയുന്നത്
ഈ എത്തീസം, ദൈവവിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില്, ആ ഒരു സെർച്ചിൽ, ആ ഒരു അന്വേഷണത്തിൽ, ആ ഒരു അന്വേഷണം നടത്തുന്ന മനുഷ്യൻ എത്തുന്നത് അയാൾ വിവേകത്തിലാണ്. അതേപോലെ മറ്റൊരു ഫിലോസഫിയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഒരു വിവേകം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റു നിയമങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അയാൾക്ക് ഒരു വേറിട്ട കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാകാം. അതേസമയം സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസമുള്ള ഒരു വ്യക്തി ഈ ഒരു വിശ്വാസത്തെയൊക്കെ എതിർക്കുന്നു. അതായത് ദൈവവിശ്വാസം അതിനെ വളച്ചൊടിക്കുന്ന വ്യക്തി ഒരു ഫിലോസഫിയിലും എത്തുന്നില്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ് ആണ്, ബൗദ്ധികമായിട്ടുള്ള വ്യക്തിയാണ്, ബുദ്ധിപരമായിട്ട് ഒരുപാട് വികാസമുള്ള മനുഷ്യനാണ് എങ്കിൽ തന്നെയും കാട്ടിക്കൂട്ടുന്ന അന്ധവിശ്വാസങ്ങൾ നമുക്കറിയാം. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതാണ്. പുനർജന്മമുണ്ട് എന്ന് വെച്ച് അല്ലെങ്കിൽ എന്ന വിശ്വാസത്തില് തന്റെ 2 മക്കളെ കൊന്ന അച്ഛനും അമ്മയും നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അതേപോലെ തന്നെ സത്താൻ സേവ എന്ന ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ മാതാപിതാക്കളെ കൊന്ന ഏകമകൻ. അങ്ങനെയുള്ള പല പല വാർത്തകളും നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു അന്ധവിശ്വാസം ദൈവത്തെ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ആൻഡ് എ പേഴ്സൺ ഹാവിംഗ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് മേ നോട്ട് ബി സെൻസിബിൾ ആസ് ഇറ്റ് ഈസ് എ ബ്ലൈൻഡ് ബിലീഫ്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു വിവേകപൂർവ്വം ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരിക്കില്ല. കാരണം അന്ധവിശ്വാസിയാണ്. കണ്ണ് കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനേക്കാൾ നീചമായ പ്രവൃത്തിയായിരിക്കും അയാളിൽ നിന്നുണ്ടാകുക. അത്തരത്തിലുള്ള അന്ധവിശ്വാസമായിരിക്കും. Then harms of superstition. ഈ അന്ധവിശ്വാസത്തിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? When we follow superstitious beliefs, it gets hold of everything. ഈ അന്ധവിശ്വാസം നമ്മൾ പിന്തുടരുന്ന സമയത്ത് ആ വിശ്വാസത്തിന്റെ ഇഫക്റ്റ് നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും കാണാൻ സാധിക്കും. ഈവൻ ദ വൈസ് പീപ്പിൾ ബിക്കംസ് ഫൂൾസ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ബുദ്ധിമാന്മാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും വിഡ്ഢികളെ പോലെ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Such beliefs have no reason or logic. അത്തരത്തിലുള്ള വിശ്വാസത്തിന് വിവേകം ഉണ്ടാകില്ല അല്ലെങ്കിൽ വിവേചന ബുദ്ധി ഉണ്ടാകില്ല. And Bacon refers the words of the Council of Trent, that is, the teachers of medieval age explained the heavenly bodies in a misinterpreted way, and thus religion becomes impure and becomes the biggest damage to superstition. അദ്ദേഹം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ്. അതായത് മെഡീവൽ കാലഘട്ടത്തിലെ ടീച്ചേഴ്സ് ഹെവൻലി ബോഡീസിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ബേക്കൺ ഒരു ക്രിസ്ത്യൻ ആണ്, പക്ഷേ ഹി ബിലീവ്സ് മോർ ഇൻ സയൻസ്. അന്ധമായിട്ടുള്ള മതവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ബേക്കൺ. അദ്ദേഹം സയൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് മതത്തിൽ പറയുന്ന ഈ ഹെവൻലി ബോഡീസ്, ദൈവം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന, അതായത് ഭൂമി ഉണ്ടാക്കി, ആകാശം ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സൃഷ്ടിയുടെ കഥ അദ്ദേഹം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്, ഹെവൻലി ബോഡീസ് പഠിപ്പിക്കുന്നത് അക്കോർഡിംഗ് ടു റിലിജൻ, ആ മതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത്. അതായത് ഉൽപ്പത്തിയിൽ പറയുന്ന, ബൈബിളിൽ പറയുന്ന ആ ഒരു പ്രോസസ് അതുപോലെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ഡാർവിന്റെ ആ ഒരു തിയറി പ്രകാരം മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നും ആ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സയൻസിൽ ബേസ് ചെയ്യാതെ മതപരമായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് വി ആർ കീപ്പിംഗ് അല്ലെങ്കിൽ വി ആർ ഫോളോയിങ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്. അന്ധവിശ്വാസമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്. ആൻഡ് ദസ് ഇറ്റ് മേക്സ് റിലിജിയൻ impure and becomes the most or biggest damage to the world. ഈ ഒരു വിശ്വാസം ഈ ഒരു ലോകത്തെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട പ്രവൃത്തിയായി മാറുന്നു. അത്തരത്തിലുള്ള അന്ധവിശ്വാസം കുട്ടികളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ളത്. ആൻഡ് ദെൻ ഗ്രോത്ത് ഓഫ് സൂപ്പർസ്റ്റിഷൻ. എങ്ങനെയാണ് ഈ അന്ധവിശ്വാസം വളരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോസ്റ്റ് ഓഫ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ആർ ഡിലൈറ്റ്ഫുൾ ആൻഡ് സോ പീപ്പിൾ പ്രാക്ടീസ് ദം. ആദ്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസം ജനങ്ങൾ ഫോളോ ചെയ്യാൻ കാരണം അതിലൂടെ ഒരു സന്തോഷം ജനങ്ങൾക്ക് കിട്ടും. ആ ഒരു സന്തോഷം നമ്മൾ പറയാറുണ്ട്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതുപോലെ സന്തോഷം ഈ ഒരു അന്ധവിശ്വാസത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് പിന്തുടരുന്നു. പിന്നീട് സം പീപ്പിൾ ബിലീവ് സച്ച് ബിലീവ്സ് ആസ് പാർട്ട് ഓഫ് റിലിജിയൻ ആൻഡ് സോ സ്റ്റിക്ക് ഓൺ ടു ദം. ചില ആളുകൾ ഈ അന്ധവിശ്വാസത്തെ മതവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ മതവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് മതവിശ്വാസികൾ അല്ലെങ്കിൽ അന്ധമായിട്ട് മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ, ആ മതവിശ്വാസികൾ അത് ഫോളോ ചെയ്യുന്നു. Then some people believe that it is their tradition and their forefathers practiced them. ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് അവരുടെ ട്രഡീഷൻ ആണ്, പാരമ്പര്യമാണ്. അതായത് തന്റെ പൂർവികർ ഇത് പിന്തുടർന്നു, അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ചില വിശ്വാസങ്ങളൊക്കെ അങ്ങനെയാണ്. പണ്ടുള്ളവർ ചെയ്തത് അതെന്താണെന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ ചില വ്രതങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തിനാണെന്ന് പോലും അറിയാതെ എടുക്കുന്നത്. പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന പ്രാക്ടീസ്. Then some people create such beliefs for personal interest and make people as their followers. ചില ആളുകൾ
അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അത്തരം അന്ധവിശ്വാസങ്ങൾ മുതലെടുക്കുന്നു. അങ്ങനെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ ജനങ്ങളെ അവരുടെ പിൻഗാമികളായിട്ട് അനുയായികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആൾദൈവങ്ങളും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ദെൻ ഫേവറിങ് ഗുഡ് ഇന്റൻഷൻസ് ബിലീവ്സോ, അതായത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ നന്മയ്ക്കാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വരുത്തി തീർത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അന്ധവിശ്വാസം. അതായത് ലോക സമസ്ത സുഖിനോഭാവന്തു, എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന രൂപേണ ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ കണക്ഷൻ ടു റിലിജിയൻ വൈൽ എക്സ്പ്ലെയിനിങ് ഹെവൻലി ബോഡീസ്. ഇനി ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു അന്ധവിശ്വാസം കൊണ്ടുവരുന്നു. നമ്മളുടെ പല കഥകളിലും നമുക്ക് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസ രൂപേണയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിനൊന്നും ചോദ്യം ചെയ്യാൻ ഈ ആധുനിക തലമുറയിൽ പോലും അത്തരങ്ങൾ വിശ്വാസങ്ങൾ പിന്തുടരുന്നുണ്ട്. Then some people assign their tragedies to fate or evil eye, which grows superstition. ഇനി ചില ആളുകൾ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ട്രാജഡി, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ അത് എന്താണ് ദോഷൈക ദൃക്കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണേറ് തട്ടിയതാണ്, അല്ലെങ്കിൽ വിധി കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഒരു അന്ധവിശ്വാസമായി മാറുന്നു. അതായത് ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് പേന പൂജിച്ചു കൊണ്ടുപോവുക, അങ്ങനെയുള്ള വിശ്വാസങ്ങളിലൂടെ ആ ഒരു, അല്ലെങ്കിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണേറില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ സന്തോഷം പകരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഈ എസ്സയിലൂടെ ബേക്കൺ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസത്തെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് എന്തുകൊണ്ടാണ് എത്തീസമാണ് നല്ലത്, സൂപ്പർസ്റ്റിഷനേക്കാൾ നല്ലത് എത്തീസമാണെന്ന് പറയാൻ കാരണം എന്താണ്? അതൊരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ദെൻ വാട്ട് ആർ ദ ഹാംസ് ഓഫ് സൂപ്പർസ്റ്റിഷൻ? സമൂഹത്തില് സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദെൻ വാട്ട് ആർ ദി റീസൺസ് ടു ഫോളോ സൂപ്പർസ്റ്റിഷൻ? ഈ അന്ധവിശ്വാസം നമ്മൾ പിന്തുടരാൻ ചില കാരണങ്ങളുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.